ഹായ് ഫ്രണ്ട്സ്, ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു അയണിൻ്റെ ചീനിച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. ഇതിനി നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വലുതായിട്ടാണ് തിരികെ എടുത്തിട്ടുള്ളതെങ്കിൽ മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. 1 കപ്പോളം ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയുടെ ഒരു പകുതി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ ഒരു പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഒരു ചെറിയൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചെമ്മീനിൽ നിന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പുളിക്ക് ആവശ്യമായിട്ട് ഒരു 2-3 സ്പൂണ് പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ തീയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്